എത്ര കാലായി ഇപ്പൊ. Hi guys, welcome to Shrivi Stories and welcome to my Vishu special vlog Europe edition. എല്ലാവരും വിഷു ഒക്കെ നന്നായി അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാനിത് വിഷുവിനൊരു ചെറിയ കണിയൊക്കെ ഒരുക്കിയായിരുന്നു. സോ ഇനി അങ്ങോട്ട് എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനമുള്ള ദിവസം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വെൽക്കം. സമയം ഗൈസ്, എൻ്റെ ഫസ്റ്റ് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വിഷുക്കണി ഫുൾ. ഇതിൻ്റെ പിന്നിൽ ഒരു ത്യാഗമുണ്ട്. കാണുമ്പോൾ ഭയങ്കര സംഭവമൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ത്യാഗമുണ്ട് ഗൈസ്. കേൾക്കുന്നുണ്ടോ? അപ്പം ബാക്കി വിശേഷങ്ങൾ നല്ല വേർഡ്. വിശേഷങ്ങൾ ഞാൻ രസമുണ്ടോ കാണേ. അപ്പം കുറച്ച് ഇരുന്നിട്ട് സംസാരിക്കുന്ന കൊണ്ട് നമ്മളാണ്. മതി. Happy Vishu guys. അങ്ങനെ നല്ലൊരു കണിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളുടെ യൂഷ്വൽ കാര്യത്തിലോട്ട് കടന്നു. മൈലാഞ്ചി ഇല്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് പോലെ. ഏതൊരു ഫംഗ്ഷൻ ഞങ്ങൾക്ക് എപ്പോഴും മൈലാഞ്ചി ഇടണം എന്നുള്ളൊരു കാര്യം മസ്റ്റാണ്. അങ്ങനെ അഷ്ടൊക്കെ ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു പോലേ, എനിക്ക് മൈലാഞ്ചി ഇട്ടിട്ട് പൊക്കെ വന്നിട്ട് നമുക്ക് കിടക്കാമെന്നൊക്കെ പറഞ്ഞ് അവളെ കൊണ്ടിങ്ങനെ ഓരോന്നും പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് ഓരോന്നും അവളുടെ മൈൻഡ് മാറ്റുമായിരുന്നു. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഞങ്ങൾ കിടന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞാൻ സാരി കൊടുത്ത് ഒരുങ്ങുമായിരുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് വിഷു എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് വരുന്നൊരു മെമ്മറി എന്ന് പറയുന്നത് വിഷുക്കണിയായിരുന്നു. വിഷുക്കണി ഒരുക്കുന്നതും പിന്നെ വിഷുക്കണി വാരുന്നതും പിന്നെ അമ്മ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയത്. എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് നൂൽപുട്ടൊക്കെ. അപ്പോൾ ഈ വിഷുവിന് എനിക്ക് ഫുഡ് ഒക്കെ എനിക്കിഷ്ടമുള്ള കണി ഒരുക്കാനും ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. പിന്നെയുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് എപ്പോഴും നാട്ടിലെ ഫ്രണ്ട്സും ഞാനും എപ്പോഴും ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോവുമായിരുന്നു. അപ്പോൾ ഈ വിഷുവിന് എനിക്ക് അതൊക്കെ ഓർത്തപ്പോൾ ചെറിയൊരു മിസ്സിങ് ഒക്കെ ഉണ്ടായി. പക്ഷേ ഫുഡൊക്കെ കഴിച്ചു കണിയൊക്കെ വെച്ചപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമുണ്ടായി. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഏതൊരു സെലിബ്രേഷനും ഒരു ടുഗദർനെസ് വരുമ്പോഴാണ് ആ സെലിബ്രേഷൻ്റെ സ്വീറ്റ്നെസ് കൂടുന്നത്. പിന്നെ ഇവിടെ കുറച്ച് നല്ല ഫ്രണ്ട്സൊക്കെ കൂടി നമ്മൾ ഫുഡൊക്കെ വെച്ച് നന്നായിരുന്നു. ഒരുങ്ങി ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു മൈൻഡിലാട്ടോ ഈ ഒരുക്കം. അങ്ങനെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. നല്ല ഫോട്ടോസൊക്കെ കിട്ടി. അങ്ങനെ ഓൾ സെറ്റ് ടു ഗോ. ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ വിളിക്കുമായിരുന്നു. ചേച്ചിമാരുടെ അടുത്ത് അവിടുത്തെ വിശേഷമൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. പിന്നെ അമ്മ ആ ടൈമിൽ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അതാ വീഡിയോയിലൊന്നും കാണാത്ത. അങ്ങനെ ഞാൻ വീട്ടിലും ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചതിന് ശേഷം ഒന്ന് ചെറുതായി ഉറങ്ങിയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഫുഡ് വെക്കേണ്ട പ്രിപ്പറേഷനിലായിരുന്നു. എല്ലാവരും വർക്കിനും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അന്ന് എല്ലാവർക്കും വർക്കും ക്ലാസ്സൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നു. അങ്ങനെ ഞാൻ ഒരു
വൻ സദ്യ ഒന്നുമില്ല, ഒരു ചെറിയ തട്ടിക്കൂട്ട് സദ്യയുടെ പ്രിപ്പറേഷനാണ് ഈ കാണുന്നത് നിങ്ങൾ. ഹായ് അമൻ ബാപ്പു. പായസം പായസം നമ്മുടെ വിഷു സദ്യ സദ്യ വിഷു സെയിം തിങ്. എങ്ങനെ